ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. എൻ്റെ മോളുടെ ഒരു മോർണിംഗ് റുട്ടീൻ. UKG-യിലാണ് അവൾ പഠിക്കുന്നത്. അപ്പോൾ കാലത്ത് എണീറ്റ് തൊട്ട് സ്കൂളിലേക്ക് പോകുന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ കേട്ടോ. ക്ലാസ്സിലേക്ക് പോവുക 7:35 വീട്ടിൽ നിന്ന് ഇറങ്ങുക. 7:45 ആകുമ്പോൾ സ്കൂൾ ബസ് വരും. അപ്പോൾ ഞാൻ കാലത്തൊരു 6:30 ആകുമ്പോൾ എണീപ്പിക്കും കേട്ടോ. അത് തൊട്ട് 7:30 വരെ പിന്നെ ഒരു 5 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാനില്ല. അതിൽ 1-2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വൈകി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അന്നത്തെ എല്ലാ കാര്യങ്ങളും തെറ്റിപ്പോകുമെന്ന് പറയില്ലേ, അതുപോലെ അത്രയും തിരക്കിട്ട സമയങ്ങളാണ് കേട്ടത്. അപ്പോൾ കാലത്ത് എണീറ്റപ്പോൾ നല്ല മഴയാണ്. സത്യം പറഞ്ഞാൽ ഉറങ്ങണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉണർത്താൻ തോന്നില്ല. അപ്പോൾ ഞാൻ മഴ തുടങ്ങിയപ്പോൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് പുതച്ച് കൊടുത്തതാട്ടെ, ഒരു 5:30 ആ ടൈമിൽ. അപ്പോൾ 6:30 ആയപ്പോൾ ഞാൻ എന്തേ പോയി വിളിച്ചു. എന്തോ അവൾക്കങ്ങനെ ഉറക്കത്തുനിന്ന് വിളിക്കണത്, പിന്നെ അവിടെ നിന്ന് എണീറ്റ് പല്ല് തേക്ക് കുളിക്കുക, അതൊന്നും മടിയില്ല കേട്ടോ. സ്കൂളിലേക്ക് പോകുന്ന ദിവസം, സ്കൂളില്ലാത്ത ദിവസം ആൾക്ക് എണീക്കാൻ മടിയാണ്. പല്ലേക്കാൻ നമ്മൾ കുറേ പ്രാവശ്യം പറയണം, കുളിക്കാൻ പറയണം, ഒക്കെ കുറച്ച് മടിയുള്ള കാര്യമാണ്. അത് KG തൊട്ട് അവൾ 2 കൊല്ലം KGയിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് LKGയിലാവുമ്പോഴും ഇപ്പോൾ UKG തുടങ്ങിയിട്ട് ഇത്ര ദിവസമായിട്ടാണെങ്കിലും എനിക്ക് അങ്ങനത്തെ കാര്യത്തിലൊന്നും വെള്ളം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല കേട്ടോ. കുളിക്കെന്ന് പറയാനോ പല്ലേക്കാൻ മടിയോ എണീക്കാൻ മടിയോ അതൊന്നുമില്ല. എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് വെച്ചാൽ ഇത്രയെല്ലാം ആയിട്ടുള്ളൂ. പിന്നെ അതെല്ലാം നമ്മൾ എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് നമ്മൾ തന്നെ കുളിപ്പിച്ച് കൊടുക്കുന്നതാണ് സ്കൂളിലുള്ള ടൈമിൽ കുറച്ചും കൂടെ നല്ലത്. എല്ലാവരും തന്നെ ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ സമയം തികയില്ല. പ്രത്യേകിച്ച് കുളിക്കാനൊക്കെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ വെള്ളം തീരുന്ന വരെ കുളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കൂട്ടാ. അപ്പം അങ്ങനെ എണീറ്റ് രാത്രി കിടക്കുമ്പോൾ അവളുടെ അച്ഛൻ്റെ ടീഷർട്ട് ഇട്ടിട്ടാട്ടൊക്കെ എടുക്കുക. അത് ഞാൻ വൈകുന്നേരം അങ്ങനെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട്, എന്താ അമ്മ അച്ഛൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് കിടക്കുന്നത്? അപ്പം ഞാനിങ്ങനെ തമാശ അമ്മയ്ക്ക് അതൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തൊട്ട് ആളങ്ങനെയാണ്. അപ്പോൾ എനിക്കും ധൈര്യം കിട്ടാനാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ്റെ ടീഷർട്ട് ഇട്ടിട്ടാട്ടൊക്കെ എടുക്കാറ്. പിന്നെ ഇപ്പം മഴയും നല്ല തണുപ്പൊക്കെ ഇല്ല, പുതയ്ക്കാനങ്ങനെ സമ്മതിക്കാറില്ല. അപ്പം ഞാൻ വിചാരിച്ചത് കുറച്ചുകൂടി നല്ലതല്ലേ. എന്നിട്ട് ഇതാ ഉറക്കത്തുനിന്ന് വിളിച്ച് ഒരു 6:30 എണീപ്പിച്ച് പല്ല് തേക്കാൻ വന്നിരുന്നാലൊന്നും കണ്ണ് പോലും വിഴിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. കണ്ണ് വരെ തുറക്കില്ല. അവിടെ ഇരുന്ന് നമ്മൾ ഉറക്കം തൂങ്ങും. അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് ഇരുത്തിയിട്ട് പിന്നെ പതുക്കെ ഞാൻ തന്നെ പല്ല് തേപ്പിച്ച് കൊടുക്കും. തന്നെ തേക്കാൻ നിന്ന് കുറേ ടൈം എടുക്കും. അത് കഴിഞ്ഞിട്ട് നേരെ സോഫയിൽ പോയിട്ട് കുറച്ച് നേരമൊക്കെ എടുക്കും. ഞാൻ വെള്ളം ചൂടാക്കാനിട്ടുന്ന ആ ടൈമിൽ ഹീറ്റർ ഓണാക്കി ആ വെള്ളം ചൂടാവുന്ന ടൈമിൽ അവളൊന്ന് കുറച്ച് നേരം ഒന്ന് അവിടെ കിടക്കട്ടെ. ഉറങ്ങില്ല, ഒന്ന് റെസ്റ്റ് എടുക്കുന്ന പോലെ അവിടെ പോയി കിടക്കുക. അപ്പം ഞാൻ പല്ല് ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുത്തതാട്ടെ. ഇന്നാണെങ്കിൽ സീതും കൂടെ എണീറ്റിട്ടുണ്ട്. ഞാൻ എണീറ്റപ്പോൾ ഒപ്പം എണീറ്റിട്ടുണ്ട്. അങ്ങനത്തെ ദിവസമാണ് എല്ലാം കൂടുതൽ നമുക്ക് ലേറ്റ് ആവുക. ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ സീതു അലമ്പുണ്ടാക്കി കഴിഞ്ഞാൽ അവളുടെ കാര്യങ്ങൾ നോക്കേണ്ടി വരും. പിന്നെ ചില ദിവസം അവൾ വാശി പിടിച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ ഒന്നും ചെയ്തു കൊടുക്കാൻ സമ്മതിക്കില്ല. ഇപ്പം ഇന്നിപ്പോൾ വലിയ അലമ്പില്ല. അപ്പോൾ അവിടെ TV കണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചേച്ചി എണീറ്റ് വന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നവരെ ചേച്ചീനെ ഇങ്ങനെ ഒട്ടി നടക്കും. ചിലപ്പോൾ അലമ്പ് പോവുകയും ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് നേരം എന്തെങ്കിലും അങ്ങനെ കിടന്നു. അപ്പോൾ ഞാൻ ഉറങ്ങല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ കിടപ്പിൽ അങ്ങനെ മയങ്ങിപ്പോവും. നല്ല ക്ഷീണം ഉണ്ടാവും. ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. പിന്നെ 6:30 എണീക്കണ്ടല്ലേ, പിന്നെ ഈ തണുപ്പും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ച് കൊണ്ടുപോകുന്നത്. എന്നും കാലത്ത് തല കഴുകില്ല കേട്ടോ. വൈകിട്ട് വന്നിട്ട് തല കഴുകാനും. കാലത്ത് തല കുളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അത് ഉണങ്ങാനുള്ള ടൈമൊന്നും ഇല്ല. 6:30 എണീറ്റ് 6:45 ഉള്ളിൽ പല്ലേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന അപ്പം തന്നെ ഡ്രസ്സ് മാറി ഇതേ മേക്കപ്പൊക്കെ ചെയ്ത് മുടി കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിച്ച് ഇറങ്ങുക. അത്രേ നേരമുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് മുടി ഉണക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കാലത്ത് കുളിപ്പിക്കില്ല. പിന്നെ ഇപ്പം മഴയായ കാരണം കൊണ്ട് തീരുമില്ല. പിന്നെ നല്ല ചൂടുള്ള ടൈമിലൊക്കെ ആണ് പിന്നെയും കാലത്ത് കുളിച്ച് പോയിരുന്നത്. അപ്പോൾ മുടി ഉണങ്ങാൻ ടൈം കിട്ടുമല്ലോ. പിന്നെ ഇവർക്ക് സ്കൂളിൽ നിർബന്ധമായിട്ട് മുടി കെട്ടി വെച്ച് തന്നെ വരണം. അയച്ചിട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല. അത് കാരണം ബുദ്ധിമുട്ടാണ് മുടി ഉണങ്ങാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നന്നായി ഒരുക്കിയിട്ട് തന്നെ കേട്ടോ ഇവിടെ പിരിക എഴുതി കൊടുത്ത് കണ്ണിന് വാലിട്ട് കൊടുത്ത് പൊട്ടൊക്കെ തൊട്ടിട്ട് ഞാൻ വിടുക. ആദ്യമൊന്നും അങ്ങനെ ഒന്നും ഒരുക്കിയിട്ടൊന്നും വിട്ടിരുന്നില്ല, സ്കൂളിലേക്ക് പോണതല്ലേ. പിന്നെ അങ്ങനെ കാണുമ്പോൾ കാലത്ത് തന്നെ ഇങ്ങനെ പൊട്ടും കുറുന്നില്ലാണ്ട് കാണുമ്പോൾ എനിക്ക് ഫോണ് കാണുമ്പോൾ പാവം തോന്നും. ഒന്നാമത് ഈ നേരത്തെ വിളിക്കാൻ തന്നെ വിഷമം. ഇത്ര നേരത്തെ വീട്ടിൽ നിന്ന് പോണതിൻ്റെയൊക്കെ വിഷമം നമുക്ക് എല്ലാ അമ്മമാർക്കും ഉണ്ടാവില്ല അങ്ങനെ ഫോണ് കാണുമ്പോൾ. അത് മുഖത്ത് ഇതൊന്നും ഇല്ലെങ്കിൽ എന്തോ ഒരു ക്ഷീണം പോലെ. അപ്പോൾ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി കൊടുത്ത് പിന്നെ മുടി കെട്ടൽ കുറച്ച് പണിയുള്ള കാര്യം. ഞാൻ തലേ ദിവസം തന്നെ
ജടയൊക്കെ തീർത്ത് കെട്ടിവെച്ച് കൊടുക്കും. അല്ലെങ്കിൽ കാലത്ത് അതൊരു പണിയാണ്, പെട്ടെന്ന് ജട പിടിക്കണം മുടിയാണ്. അപ്പോൾ അതേ മേക്കപ്പ് കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അവൾ കുറച്ച് നേരം അങ്ങനെ TV കണ്ടിരുന്നോളും. ഇങ്ങനെ വേഗം എണീപ്പിച്ച് വേഗം വേഗം കാര്യങ്ങൾ ചെയ്യണോണ്ട് അവൾക്കും കുറച്ച് സമയമൊക്കെ കിട്ടും സ്വസ്ഥമായിട്ട് ഇരിക്കാനും ഉണ്ണിയുടെ കൂടെ കളിക്കാനും. അല്ലെങ്കിൽ എല്ലാം കഴിയുമ്പോഴേക്കും പെട്ടെന്ന് എല്ലാം ചെയ്ത് വേഗം ഇങ്ങനെ പോകുമ്പോൾ നമുക്കും അതൊരു ടെൻഷനാണ്. പോയി കഴിയുമ്പോഴും ആലോചിക്കുമ്പോൾ ഒരു വിഷമമാണ്. വൈകിട്ട് വന്നാൽ ഈ പറഞ്ഞ പോലെ അധികം സമയമൊന്നും ഇല്ലല്ലോ കളിക്കാനായിട്ട്. വീട്ടിലെത്തുമ്പോൾ 4:30 പിന്നെ വന്ന് ഫുഡ് കഴിച്ച് കുളിച്ച് TV ഒക്കെ കാണുമ്പോഴേക്കിന് ഇരുട്ടായി. പിന്നെ പുറത്തേക്ക് ഇറങ്ങി കളിയൊന്നും ഇല്ല. അപ്പോൾ കാലത്ത് കുറച്ച് നേരം എല്ലാം കഴിഞ്ഞിട്ട് TV കാണാൻ അല്ലെങ്കിൽ ഉണ്ണിയുടെ കൂടെ കളിക്കാനൊക്കെ ആൾക്ക് സമയം ഉണ്ടാവും കേട്ടോ. അപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുക, അമ്മ ഫുഡ് കൊടുക്കും. അമ്മ ഫുഡ് കൊടുക്കുന്ന നേരം കൊണ്ട് ഞാനിടയിൽ അവൾക്ക് വേണ്ട ലഞ്ച് സ്നാക്സൊക്കെ പാക്ക് ചെയ്യും. ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ മാത്രം ഭയങ്കര മടി കേട്ടോ. അത് നമ്മൾ വാരി കൊടുത്താലും തന്നെ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ, വാരി കൊടുക്കുകയാണെങ്കിലും കുറേ ടൈം വേണം, തന്നെ കഴിക്കുകയാണെങ്കിലും കുറേ ടൈം വേണം. സ്കൂളിലും അതാ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയെന്ന് ടീച്ചറും പറയാറുണ്ട്. അപ്പോൾ കുറച്ച് ചോറൊക്കെ ആക്കുള്ളൂ കേട്ടോ. കറി ഉണ്ടെങ്കിൽ അത് ചോറിൽ തന്നെ ഒഴിച്ച് വിടും. വേറെ കറിയായിട്ട് വേറെ പാത്രത്തിൽ കറിയാക്കി വെച്ച് അവൾ കഴിക്കില്ല, അവൾക്ക് ഇഷ്ടമല്ല കറി ഒഴിച്ച് കഴിക്കുക. അപ്പം ഞാൻ ചോറിൽ തന്നെ കറി ഒഴിച്ച് കൊടുക്കും. പിന്നെ പപ്പടം വെക്കും, പിന്നെ സ്നാക്സ് എന്തെങ്കിലും വെക്കും. അതിൽ ഞാൻ 5-6 പിസ്ത ഡ്രൈ ഫ്രൂട്ട്സൊക്കെയാണ് കൊടുത്ത് വിടേണ്ടത്. ബേക്കറി ഐറ്റംസ് പാടില്ല ശരിക്കും, പക്ഷേ അവൾ ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനത്തെ സംഭവങ്ങളൊന്നും കഴിക്കില്ല. പിന്നെ ഈ ബേക്കറിയുടെ കൂടെ ഒരു 5-6 പിസ്ത ഇട്ട് കൊടുക്കും. പിസ്ത മാത്രമാണ് ആകെ കഴിക്കുക, അല്ലാണ്ട് ബദാം അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. അപ്പോൾ അതും നമ്മൾ നിർബന്ധിക്കണ കാരണം കൊണ്ട് കഴിക്കാതെ ടീച്ചർ ചീത്ത പറയുന്നൊക്കെ പറയുന്ന കാരണം കൊണ്ട് അത് കഴിക്കും. അത് മാത്രം കൊണ്ടുപോട്ടെ. അപ്പോൾ സ്നാക്സും ലഞ്ചൊക്കെ ആക്കി അത് കഴിഞ്ഞിട്ട് ഇതേ കുറച്ച് നേരം ഉണ്ണിയുടെ കൂടെ ഇരുന്ന് കളിച്ചു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ആളെ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ അവൾക്ക് എന്താ 7:30 ആയിട്ടുണ്ട്. ഒരു 7:30 ആകുമ്പോൾ 7:35 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. എന്നാലും ഞങ്ങളൊരു 7:30 ആകുമ്പോൾ ഇറങ്ങും. പതുക്കെ നടന്ന് പോയാൽ മതിയല്ലോ. 7:45 ബസ് വരുള്ളൂ. എന്നാലും ഞങ്ങൾ നേരത്തെ ഇറങ്ങണത്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ടാറ്റാ ബൈ ബൈ, സീ യു. ഇറങ്ങിക്കോ നമ്മൾ പാല് വരൂ കേട്ടോ. ടാറ്റ വരുമോ? ടാറ്റ ചെയ്തു. ടാറ്റ എന്നാ ടാറ്റ അടുത്ത ചെയ്തു ചേച്ചിക്ക്. പോവാ നമുക്ക്, വേണ്ട മഴ പോവാ. ടാറ്റ പറയേ, ടാറ്റ ബൈ ബൈ, സീ യു. പോയിട്ട് വരാന്നറ. ക്യാമറയിലൊന്ന് പറയോ? ടാറ്റ ബൈ ബൈ, സീ യു.